നമസ്കാരം. സൂര്യരാശിഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ PB രാജേഷ്, അസ്ട്രോളജർ ആൻഡ് ജെം കൺസൾട്ടൻറ്റ്. 2026 ജൂലൈ 19 മുതൽ 25 വരെയുള്ള ദിവസങ്ങളിലെ ഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. മേടം അഥവാ ഏരീസ്, മാർച്ച് 22 മുതൽ ഏപ്രിൽ 20 വരെ ജനിച്ചവരുടെ ഫലങ്ങൾ. ഈ രാശിക്കാർക്ക് മനക്ലേശവും ടെൻഷനും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അനാവശ്യ ചിന്തകളും മനക്ലേശങ്ങളും വെറുതെ ഇരുന്ന് ആലോചിച്ച് ടെൻഷൻ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത ഈ ആഴ്ച കൂടുതലാണ്, പ്രത്യേകിച്ച് ആഴ്ചയുടെ ആരംഭത്തിൽ. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങൾ കുറച്ച് അനുകൂലമായിട്ട് വരികയും കുടുംബാംഗങ്ങളോടൊപ്പമുള്ളൊരു യാത്രയ്ക്കുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ തീരുമാനമാകാനും അതുമായിട്ട് ബന്ധപ്പെട്ട വായ്പകളും മറ്റും അനുവദിച്ച് കിട്ടാനൊക്കെ യോഗമുള്ളൊരു സമയമാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാകും. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും സന്തോഷവും ഐശ്വര്യമൊക്കെ നിലനിൽക്കുന്ന ഒരു സമയമാണ്. പൊതുവെ ഈശ്വരാധീനമുള്ള കാലമായതുകൊണ്ട് തന്നെ വലിയ ദോഷങ്ങളൊന്നും വരാനുള്ള സാധ്യതയില്ല. ചിലർക്ക് ചില സ്ഥലം മാറ്റമൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഉദ്യോഗസ്ഥർക്ക് ഇഷ്ടമില്ലാത്ത അന്യ നാട്ടിലേക്കൊക്കെ ചിലപ്പോൾ സ്ഥലം മാറ്റം ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ഇടവം അഥവാ ടോറസ്, ഏപ്രിൽ 21 മുതൽ മെയ് 21 വരെ ജനിച്ചവരുടെ ഫലങ്ങളാണിത്. ഈ രാശിക്കാർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങളും ചുമതലകളൊക്കെ ഏറ്റെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പുതിയ ജോലിക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള യോഗമുണ്ട്. പ്രൊമോഷൻ ലഭിക്കാനുള്ള സാധ്യതയുള്ള ഒരു സമയമാണ്. ഉദ്ദേശിക്കുന്ന പോലെ പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിക്കും. ബന്ധുക്കളുടെ സഹായം ലഭിക്കാനുള്ള സാധ്യതയൊക്കെ ഉള്ള ഒരു സമയമാണ്. അതുകൊണ്ട് ബന്ധുക്കളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ബന്ധുജനങ്ങളെ സമീപിക്കാനായിട്ട് അനുകൂലമായിട്ടുള്ളൊരു കാലമാണ്. പഠിതാക്കൾക്ക്, അതായത് വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ പുരോഗതി, ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും ഉന്നത വിജയം നേടാനുള്ള സാധ്യത, ലേഖകന്മാർക്കും മാധ്യമപ്രവർത്തകർക്കൊക്കെ മികച്ച വാരം, അങ്ങനെ പലതുകൊണ്ടും പ്രത്യേകത നിറഞ്ഞ ഒരു ആഴ്ചയാണ് ഇത്. മിഥുനം അഥവാ ജെമിനി, മെയ് 22 മുതൽ ജൂൺ 21 വരെ ജനിച്ചവരുടെ ഫലങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. ഈ രാശിക്കാർക്ക് ആഗ്രഹിക്കുന്നത് പോലെ പല കാര്യങ്ങളും നടക്കും. കുടുംബത്തിലൊരു മംഗളകർമ്മം നടക്കാനുള്ള സാധ്യതയുണ്ട്. പുതിയ വാഹനം സ്വന്തമാക്കാനുള്ള യോഗം കാണുന്നുണ്ട്. ചിലർക്ക് പുതിയ വീട്ടിലേക്ക് താമസം മാറാനോ അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. പല യാത്രകളും ഗുണകരമായിട്ട് മാറും. ഔദ്യോഗിക രംഗത്ത് അനുകൂലമായിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദീർഘകാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന പ്രൊമോഷൻ, അതുപോലെ മറ്റ് ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാനുണ്ടെങ്കിൽ പെൻഡിങ്ങായിട്ട് കിടക്കുന്ന പേയ്മെൻ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അനുവദിച്ച് കിട്ടാൻ സാധ്യതയുള്ളൊരു കാലമാണ്. ശത്രുക്കളെയും രോഗങ്ങളെയൊന്നും ഭയപ്പെടാതെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നത് പോലെ ചെയ്തു തീർക്കാൻ സാധിക്കും. എതിരാളികളെ വശത്താക്കാനും അത്തരം പ്രശ്നങ്ങൾ രമ്യമായിട്ട് പരിഹരിക്കാനൊക്കെ സാധിക്കും. കോടതി കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടാവാനും സാധ്യത കാണുന്നുണ്ട്. കർക്കിടകം അഥവാ ക്യാൻസർ, ജൂൺ 22 മുതൽ ജൂലൈ 23 വരെ ജനിച്ചവർക്ക് ദൈവം ഒപ്പം നിൽക്കുന്ന പോലെ ഒരു അനുഭവമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിക്കും. പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കാനൊക്കെ യോഗമുള്ളൊരു കാലമാണ്. കമിതാക്കളുടെ വിവാഹകാര്യം ബന്ധുക്കളുടെ ആശീർവാദത്തോടെ തീരുമാനിക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. സഹോദര സഹായം ലഭിക്കാൻ യോഗം കാണുന്നുണ്ട്. ഉന്നത ബന്ധങ്ങൾ കൊണ്ട് പല നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കും. പല ഉന്നത വ്യക്തികളുമായിട്ടൊക്കെ സൗഹൃദം സ്ഥാപിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നടക്കാനിടയുള്ളൊരു സമയമാണ്. പൂർവിക സ്വത്ത് സംബന്ധമായിട്ടുള്ള തർക്കങ്ങളൊക്കെ രമ്യമായിട്ട് പരിഹരിക്കാനും അത്തരം വിഷയങ്ങളിലൊക്കെ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ഉണ്ടാവാനും സാധ്യതയുള്ളൊരു കാലമാണ്. ആരോഗ്യ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളൊന്നുമില്ല. ആരോഗ്യമൊക്കെ നല്ല രീതിയിൽ തുടരുന്ന ഒരു സമയമാണ് ഇത്. ചിങ്ങം അഥവാ ലിയോ, ജൂലൈ 24 മുതൽ ഓഗസ്റ്റ് 23 വരെ ദിവസങ്ങളിൽ ജനിച്ചവർക്ക് ഈ ഒരു ആഴ്ച പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ചിലവുകളൊക്കെ അധികമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അനാവശ്യ ചിലവുകൾ, കൂടുതൽ അലച്ചിലുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിക്കേണ്ടി വരാനൊക്കെ സാധ്യതയുള്ളൊരു കാലമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്നാൽ ചില കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. പ്രവർത്തന രംഗത്ത് ശത്രുക്കളിൽ നിന്നുള്ള ചില ഉപദ്രവങ്ങൾ അല്ലെങ്കിൽ സഹപ്രവർത്തകരിൽ നിന്നോ അല്ലെങ്കിൽ ഭാഗ്യദോഷം കൊണ്ട് ചില നഷ്ടങ്ങളൊക്കെ സംഭവിക്കാനൊക്കെ സാധ്യതയുണ്ട്. പ്രവർത്തന മേഖലയിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ആരോഗ്യ കാര്യത്തിലൊന്നും ഭയപ്പെടാനില്ല. ശത്രുക്കളുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ശ്രദ്ധിക്കാനായിട്ട് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. ചില ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ദൈവാധീനം കുറഞ്ഞ ഒരു സമയമായതുകൊണ്ട് തന്നെ
പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നടത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കന്നി അഥവാ വിർഗോ, ഓഗസ്റ്റ് 24 മുതൽ സെപ്റ്റംബർ 23 വരെ ജനിച്ചിട്ടുള്ളവർക്ക് സൽക്കാരങ്ങളിലും മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. കുടുംബാംഗങ്ങളുമായിട്ട് ഒത്തുകൂടാനുള്ള യോഗമുള്ളൊരു സമയമാണ്. പല കാര്യങ്ങൾക്കും കൂടുതൽ ഉത്സാഹം തോന്നാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. സൽക്കാരങ്ങളിലും മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനും അതിന് നേതൃത്വം കൊടുക്കാനൊക്കെ യോഗമുള്ളൊരു സമയമാണ്. പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും എളുപ്പത്തിൽ നേടിയെടുക്കാൻ സാധിക്കും. പുതിയ സംരംഭങ്ങൾ, ബിസിനസ്സൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. ഭാഗ്യം പലപ്പോഴും അനുകൂലമായിട്ട് വരുന്നതായിട്ട് അനുഭവപ്പെടുകയും ചെയ്യും. ഈശ്വരാധീനമുള്ള ഒരു കാലമാണ്. പുണ്യകർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കാൻ സാധിക്കും. പൂർവിക സ്വത്ത് നിയമപരമായി തന്നെ കൈവശം വന്നു ചേരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പങ്കാളിയുമായി ഉണ്ടായിരുന്ന തർക്കങ്ങളൊരു പ്രശ്നങ്ങളൊക്കെ രമ്യമായിട്ട് പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്യും. തുലാം അഥവാ ലിബ്ര, സെപ്റ്റംബർ 24 മുതൽ ഒക്ടോബർ 23 വരെ ജനിച്ചിട്ടുള്ളവർക്ക് ഈ ആഴ്ചയിൽ പലവിധ പ്രതിബന്ധങ്ങളും തരണം ചെയ്യേണ്ടതായിട്ട് വരാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. പങ്കാളിയുമായിട്ട് അഭിപ്രായ ഭിന്നതയോ സുഹൃത്തുക്കളുമായിട്ട് എതിർപ്പുകൾ നേരിടേണ്ടി വരികയോ ഒക്കെ ചെയ്യാം. പ്രതീക്ഷിക്കാത്ത പല കോർണറുകളിൽ നിന്നും എതിർപ്പുകൾ ഉണ്ടാകും. നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ അനുകൂലിക്കും, നമ്മളോടൊപ്പം നിൽക്കും എന്ന് വിചാരിക്കുന്നവർ തന്നെ നമുക്കെതിരായിട്ട് മാറാനുള്ള സാധ്യത ഈ ഒരു ആഴ്ച കൂടുതലാണ്. അതുകൊണ്ട് വളരെ കരുതലോടെ ഇരിക്കുക. കുടുംബ പരദേവതയും മറ്റും പ്രീതിപ്പെടുത്തുന്ന കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അവിടെ യഥാശക്തി വഴിപാടുകൾ നടത്തുകയൊക്കെ ചെയ്താൽ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. പണം സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയില്ല. ധാരാളം പണമൊക്കെ കൈവശം വരാൻ സാധ്യത ഈ വാരത്തിൽ കൂടുതലാണ്. വൃശ്ചികം അഥവാ സ്കോർപ്പിയോ, ഒക്ടോബർ 24 മുതൽ നവംബർ 23 വരെ ജനിച്ചിട്ടുള്ളവർക്ക് പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ നടക്കും. എന്നാൽ ദൈവാധീനം കൊണ്ട് തന്നെ പലതും നേടിയെടുക്കാൻ സാധിക്കുമെങ്കിലും ചില പ്രശ്നങ്ങളും തടസ്സങ്ങളും സുഹൃത്തുക്കളും പങ്കാളിയുമായിട്ടൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ വളരെ കരുതലോടുകൂടി മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. പങ്കാളിയുടെ അനുഗ്രഹവും ആശീർവാദവും പിന്തുണയും നേടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ വിജയിക്കാൻ സാധിക്കും. അല്ലാത്ത പക്ഷം അവരിൽ നിന്ന് എതിർപ്പൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പങ്കാളിയുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കും ഈ ആഴ്ച നല്ലത്. ധനു, നവംബർ 23 മുതൽ ഡിസംബർ 22 വരെ ജനിച്ചിട്ടുള്ളവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വാരമാണ്. കോടതി കാര്യങ്ങളിലൊക്കെ അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഭൂമി സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ ലാഭകരമായിട്ട് നടത്താൻ സാധിക്കും. സ്വർണ്ണാഭരണങ്ങളും മറ്റും സമ്പാദിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഈ ഒരാഴ്ച വളരെ അനുകൂലമാണ്. പ്രവർത്തന രംഗത്ത് അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും ഉണ്ടാകും. ചിലർക്ക് പ്രൊമോഷനോ സ്ഥാനക്കയറ്റമോ പുതിയ ചുമതല ലഭിക്കാനുള്ള സാധ്യതയോ അല്ലെങ്കിൽ പുതിയ ജോലി തന്നെ ലഭിക്കാനോ ഒക്കെ യോഗമുള്ളൊരു ആഴ്ചയാണ്. പല കാര്യങ്ങളും പ്രതീക്ഷിക്കാത്ത രീതിയിൽ മാറ്റങ്ങൾ വരാൻ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കാനൊക്കെ ഈ ഒരാഴ്ച സാധ്യത കൂടുതലാണ്. മകരം അഥവാ കാപ്രിക്കോൺ, ഡിസംബർ 23 മുതൽ ജനുവരി 20 വരെ ജനിച്ചിട്ടുള്ളവർക്ക് ദൈവാധീനം വളരെയധികം കൂടുതലായിട്ടുള്ളൊരു സമയമാണ്. ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. പങ്കാളിയുടെ പിന്തുണ കൊണ്ട് തന്നെ പല കാര്യങ്ങളും വിജയിപ്പിക്കാൻ സാധിക്കും. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ വളരെ ഗുണകരമായിട്ടുള്ളൊരു ആഴ്ചയാണ്. പല കാര്യങ്ങളും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. സ്വർണ്ണാഭരണങ്ങൾ സമ്പാദിക്കാൻ യോഗമുള്ളൊരു സമയമാണ്. കോടതി കാര്യങ്ങളിലൊക്കെ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു സമയമാണ്. പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ നടക്കുന്ന ശുഭകരമായിട്ടുള്ളൊരു സമയമാണ്. എതിർപ്പുകളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. എതിരാളികളെ വശത്താക്കാനൊക്കെ സാധിക്കും. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കും. ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. കമിതാക്കളുടെ വിവാഹകാര്യം ബന്ധുക്കളുടെ ആശീർവാദത്തോടുകൂടി തീരുമാനിക്കാനും യോഗം കാണുന്നു. കുംഭം അഥവാ അക്വേറിയസ്, ജനുവരി 21 മുതൽ ഫെബ്രുവരി 19 വരെയുള്ളവർക്ക് ഈ ആഴ്ചയുടെ തുടക്കത്തിൽ പലവിധ പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ആഴ്ചയുടെ ആരംഭം കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് അടുത്ത ദിവസങ്ങളിലേക്ക് മാറുമ്പോൾ കാര്യങ്ങൾ വളരെ അനുകൂലമായിട്ട് പോസിറ്റീവായിട്ടൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. എതിർപ്പുകളും പ്രശ്നങ്ങളും ഒക്കെ മാറി കാര്യങ്ങൾ സുഗമമായിട്ട് പോകും. എതിരാളികളെ വശത്താക്കാനും അവരെ നമ്മുടെ പരിധിയിൽ നിർത്താനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. ദൈവാധീനം കുറഞ്ഞ ഒരു കാലമായതുകൊണ്ട് പുതിയ സംരംഭങ്ങളൊക്കെ വളരെ ആലോചിച്ചിട്ട് വാരത്തിൻ്റെ ആദ്യത്തിൽ തുടങ്ങാതെ വേണമെങ്കിൽ അവസാനമൊക്കെ തുടങ്ങാവുന്നതാണ്.
ഭാഗ്യം കൊണ്ട് ചില കാര്യങ്ങൾ ഈ ഒരു ആഴ്ചയിൽ നേടിയെടുക്കാൻ സാധിക്കും. തൊഴിൽപരമായിട്ടുള്ള പുരോഗതിയും വാരാന്ത്യത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. എതിരാളികളെയൊക്കെ വശത്താക്കാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. മീനം അഥവാ പിസസ്, ഫെബ്രുവരി 20 തൊട്ട് മാർച്ച് 21 വരെ ജനിച്ചിട്ടുള്ളവർക്ക് വളരെ അധികം അനുകൂലമായിട്ടുള്ള പല കാര്യങ്ങളും നടക്കുന്നതാണ്. പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കും. പഴയകാല സുഹൃത്തുക്കളുമായിട്ട് ഒത്തുകൂടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ക്ലാസ്മേറ്റ്സൊക്കെ ആയിട്ട് ഒന്നിച്ച് ചേരാനോ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാനോ ഒക്കെ സാധ്യതയുള്ള ഒരു സമയമാണ്. പുതിയ സൗഹൃദങ്ങളും പുതിയ പ്രണയബന്ധങ്ങളൊക്കെ ഉടലെടുക്കാൻ സാധ്യത കൂടുതലാണ്. കമിതാക്കൾക്ക് ഈ ഒരാഴ്ചയുടെ ആരംഭം വളരെയധികം ഗുണകരവും സന്തോഷകരമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഈശ്വരാധീനമുള്ള സമയമായതുകൊണ്ട് പ്രവർത്തന രംഗത്തൊക്കെ നേട്ടങ്ങളുണ്ടാകും. മക്കളുടെ വിജയത്തിലൊക്കെ അല്ലെങ്കിൽ അവരുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കാനുള്ള മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടാകും. കുട്ടികളില്ലാത്ത ദമ്പതിമാർക്ക് സന്താന ഭാഗ്യത്തിനും അനുകൂലമായിട്ടുള്ളൊരു കാലമാണ്. പല കാര്യങ്ങളും ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും തന്നെ വിജയത്തിലെത്തിക്കാൻ സാധിക്കുകയും ചെയ്യും.